ഓച്ചിറ വൃശ്ചികോത്സവത്തിന് തുടക്കമായി. ഇന്ന് വൈകിട്ട് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ വൃശ്ചിക മഹോത്സവവും ഹിന്ദുമത കൺവെൻഷനും ഉദ്ഘാടനം ചെയ്യും. ഭക്തർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. ഓച്ചിറയിൽ വൃശ്ചികോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ, ASP കുറുപ്പ്, MS മോഹനചന്ദ്രൻ, S രമണൻപിള്ള, SS അഭിലാഷ് കുമാർ എന്നിവർ അറിയിച്ചു. ഭക്തർക്കെല്ലാം ഭജനക്കുടിലുകൾ നൽകി. ഇതിനു പുറമെ ഓങ്കാരസത്രത്തിലെ 101 മുറികൾ, ഗസ്റ്റ് ഹൌസിലെ 12 മുറികൾ എന്നിവയും മുൻഗണനാക്രമത്തിൽ നൽകിയിട്ടുണ്ട്. കുടിവെള്ളം, വൈദ്യുതി, ശൗചാലയങ്ങൾ തുടങ്ങിയവ സജ്ജമാക്കി. നിത്യ അന്നദാനത്തിന് വിപുലമായ ക്രമീകരണവുമുണ്ട്. പോലീസ്, അഗ്നിരക്ഷാസേന എന്നിവയുമായി സഹകരിച്ച് ക്രമസമാധാന പാലനവും ഗതാഗത നിയന്ത്രണവും ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് സർക്കാർ വകുപ്പുകളുടെയും സേവനം ലഭ്യമാണ്. വൃശ്ചികോത്സവത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 4-ന് അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. TR മഹേഷ് MLA അധ്യക്ഷത വഹിക്കും. രാത്രി 7-ന് സംഗീതാർച്ചന, 8:30-ന് ഗാനമേള, 10-ന് കഥകളി എന്നിവ അരങ്ങേറും. അങ്ങനെ എല്ലാം പരസ്പരം എല്ലാം ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം എന്നുള്ള അതിനോട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ ഭഗവാനിൽ അർപ്പിച്ച് ഞങ്ങൾ നാളെ മുതൽ 12 ദിവസം അഹോരാത്രം ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം, അതായത് ഈ പ്രോഗ്രാം ഞാൻ നിങ്ങളുടെ ആളുകൾ തരും. അത് കഴിഞ്ഞാൽ നമ്മൾ നാളെ മുതൽ പബ്ലിക്കിന് നമ്മൾ വിതരണം ചെയ്യും. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഈ പ്രോഗ്രാം അതിനകത്ത് പ്രത്യേകം ചേർക്കുന്നുണ്ട്. ആ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാൻ ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്ക് എവിടെ വേണമെങ്കിലും ഓപ്പൺ ദ ലിങ്ക് ആൻഡ് സീ ദ പ്രോഗ്രാം, അങ്ങനെ അത് കാണാനുള്ള സംവിധാനമുണ്ട്. കാര്യം എല്ലാവരിലും നമുക്ക് ഈ പ്രോഗ്രാം എത്തിക്കാൻ പറ്റുകയാണ്. വൃശ്ചികോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും നടത്തി. OCB ചെയർമാൻ റൂഫേൽഡ് രാധാകൃഷ്ണന് അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ നോട്ടീസ് നൽകി പ്രകാശനം നിർവഹിച്ചു. OCB, CDNet ഉൾപ്പെടെയുള്ള ചാനലുകളിലും വൃശ്ചികോത്സവം തത്സമയം സംപ്രേഷണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.